ഒരുപാട് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കള്ളക്കഥകൾക്കാണ് ഇവിടെ പ്രചാരണം കിട്ടിയത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഈ പരമ്പരയിലുള്ളവരൊന്നും അറിയണ്ടേ, എൻ്റെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോഴൊക്കെ ശ്രീജിത്ത് പറഞ്ഞു, ഇത് നമ്മളൊന്നും പറയണ്ട, നമ്മൾക്ക് വന്നത് നമ്മൾ സഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും തടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഗുരുവിന് എതിരെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ, കാരണം നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യവും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിനും എല്ലാം ഗുരുവാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ പലപ്പോഴും ഈ ചന്ദ്രബാബു എന്ന വ്യക്തി വീഡിയോയിൽ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ കാര്യം തുറന്ന് പറയത്ത, അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ടല്ലോ, അതെന്താ നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, അപ്പം നിങ്ങൾക്ക് എന്തോ ഇത് ഇയാൾ വിചാരിക്കുന്നത് നമുക്കെന്തോ പറയാൻ പേടിയുള്ളത് കൊണ്ടെന്നാണ്. പക്ഷേ ശ്രീജിത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വളരെയധികം ഈ മറ്റുള്ളവരോട് വളരെ കമ്പാഷനുള്ള ഒരു വ്യക്തിയാണ്. എന്ത് തെറ്റ് ചെയ്താൽ അത് കുഴപ്പമില്ല, തെറ്റ് ചെയ്തോട്ടെ, നമ്മൾ കാണണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് ഇനി പറഞ്ഞ അയാളെ ഇനി വിഷമിപ്പിക്കേണ്ട, ആ ഒരു കാര്യം മറ്റുള്ളവരെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്നെ കൊണ്ട് തുറന്നു പറയാൻ സമ്മതിക്കാത്തത്. മനസ്സിലായി? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇതുവരെയും ഞാൻ ഇതിനകത്തേക്ക് വിശദവിവരങ്ങളിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അതും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്, ആ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പരമ്പരയിൽ അത്രയധികം കള്ളക്കഥകൾ പറഞ്ഞ് പരത്തപ്പെട്ടിരിക്കുന്നു വർഷങ്ങളായിട്ട്. അത് ഒരുപാട് നാളുകൊണ്ട് സഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വിവാഹം എങ്ങനെ നടന്നു എന്നുള്ളൊരു കാര്യം ചെറുതായിട്ടൊന്ന് പറയാം. അത് എനിക്കൊരു 13 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടു കിടക്കുന്ന, ഒരു ഹിന്ദി ഫിലിമൊക്കെ കണ്ടു കിടക്കുന്ന ഒരു കുട്ടി ആ ഒരു ഇമാജിനേഷനിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഭാഗം ഇത് കൊള്ളാം സിനിമയിലൊക്കെ പോലെ. പക്ഷെ ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോഴും നേരെ ഞാൻ ചെന്ന് എൻ്റെ ഗുരുവിനോട് പറഞ്ഞു. കാരണം ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഗുരുവിനോടാണ് ഏറ്റവും വലിയ രഹസ്യം പറയാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ എന്ത് പറയണം? അപ്പോൾ ഗുരു പറഞ്ഞത്, മോളിപ്പോൾ കൊച്ചുകുട്ടിയല്ലേ, അത് വലുതാവുമ്പോൾ ഗുരു ആലോചിച്ച് വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞു, എന്നെ വിട്ടു. പക്ഷേ ഗുരു ആ വീട്ടുകാരെ വിളിക്കുകയും ഇങ്ങനെ അവർ ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയും ഗുരു അതൊരു സംസാരിച്ച് അതൊരു ആലോചന പോലെ വരികയും പിന്നീട് ഞാൻ കോളേജിലെത്തുമ്പോൾ ഇവർ വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊരു കല്യാണം പോലെ ആ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഈ വിവാഹം വേണ്ട, ഇത് ഡിവോഴ്സ് ആവുമെന്നും. അത് പുള്ളിയുടെ കൊച്ചച്ഛനും വൈഫും ഒക്കെ തന്നെ എറണാകുളത്ത് വന്ന് ഗുരു ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതും പിന്നെ ഇതിൽ നിന്ന് പിന്മാറണം, ഇതെല്ലാം ഇങ്ങനെ പല 4 വഴിക്കും ആളുകൾ പറയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചന്ദ്രബാബു പറഞ്ഞായിരുന്നു, ഒരു കലാകൗമുദിയിലുള്ള ഒരു ചേട്ടൻ, എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. ആ കസിൻ ചേട്ടൻ്റെ അടുത്ത് എൻ്റെ ആദ്യ ഭർത്താവ് അവരുടെ വീട്ടിലിരിപ്പുണ്ട്.